തബല മാന്ത്രികൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ അന്തരിച്ചു. അമേരിക്കയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 4 തവണ ഗ്രാമി അവാർഡ് നേടിയ സംഗീത പ്രതിഭയാണ്. രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചിരുന്നു. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. ഒപ്പം എസ് ലല്ലുവും ആദ്യം മനുവിലേക്ക്. മനു, അദ്ദേഹം മരിച്ചു എന്ന വാർത്ത ഇന്നലെ തെറ്റായി നൽകിയിരുന്നു ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും. ഇപ്പോൾ അദ്ദേഹം മരിച്ചു എന്ന വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കഴിഞ്ഞ ദിവസം അദ്ദേഹം അന്തരിച്ചു എന്ന വാർത്ത കേന്ദ്ര സർക്കാർ തന്നെ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് ആ മാധ്യമങ്ങൾ കൂടി അത് വിശ്വസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ആ വാർത്ത തെറ്റാണ് എന്നറിഞ്ഞ നിമിഷം മുതൽ തന്നെ ആളുകൾ എല്ലാവരും വലിയ ആശ്വാസത്തിലായിരുന്നു. സാക്കിർ ഹുസൈൻ ഇനിയും സംഗീതത്തിൻ്റെ ലോകത്ത് വിഹരിക്കും എന്നെല്ലാവരും പ്രതീക്ഷിക്കുകയും ചെയ്തു. പക്ഷേ സംഗീത ലോകത്തെ മുഴുവൻ അദ്ദേഹം ദുഃഖത്തിലാക്കി. 73കാരൻ തൻ്റെ ജീവിതത്തിന് യവനിക ഇട്ടിരിക്കുകയാണ്. ദേശങ്ങൾ, ഭാഷകൾ, അതിർത്തികൾ ഒന്നും ബാധകമല്ലാത്ത ഒരു മാന്ത്രികനായിരുന്നു സാക്കിർ ഹുസൈൻ. അദ്ദേഹം എല്ലായിടങ്ങളിലും ആദരിക്കപ്പെട്ടു. എല്ലായിടത്തും അദ്ദേഹത്തിന് അംഗീകാരം തേടിയെത്തുകയും ചെയ്തിരുന്നു. സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് അദ്ദേഹം ചികിത്സയിലുണ്ടായിരുന്നത്. ശ്വാസകോശവും സംബന്ധമായ അസുഖങ്ങളും ഉണ്ടായിരുന്നു. തുടർന്നാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നത്. 3 വയസ്സിൽ തുടങ്ങിയ ഒരു ജീവിത യാത്രയാണ് സാക്കിർ ഹുസൈൻ്റെ സംഗീതത്തിലൂടെയുള്ളത്. 3 വയസ്സിൽ തന്നെ ആ ബാലൻ അത്ഭുതങ്ങൾ കാണിച്ചു എന്നാണ് അടുത്തറിയുന്നവർ പറയുന്നത്. 12 വയസ്സിൽ പൊതുവേദിയിലെത്തി അദ്ദേഹം തൻ്റെ സംഗീത മികവ് ലോകത്തെ അറിയിക്കുകയും ചെയ്തു. പിന്നീട് അവിടുന്ന് ഒരു ജൈത്രയാത്ര എന്ന് തന്നെ നമുക്ക് പറയാം. രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ അങ്ങനെ പുരസ്കാരങ്ങളെല്ലാം നൽകി ആദരിച്ച ഒരു മഹാകലാകാരനാണ് അദ്ദേഹം. നമുക്ക് രവിശങ്കറിനോടൊപ്പം അതല്ലെങ്കിൽ അലി അക്ബർ ഖാനോടൊപ്പം, ശിവകുമാറിനോടൊപ്പം ഒക്കെ അതേ ശ്രേണിയിൽപ്പെടുന്ന ഒരു മഹാനായ കലാകാരനാണ് നമ്മുടെ രാജ്യത്തിന് നഷ്ടമായിരിക്കുന്നത് എന്നോർക്കണം. 1951 അദ്ദേഹം ജനിക്കുന്നത്, മാർച്ച് 9. ഒരുപക്ഷെ ഇന്ത്യൻ സംഗീതത്തിന് കിട്ടിയ ഒരു ഏറ്റവും അമൂല്യമായ സമ്പാദ്യങ്ങളിൽ ഒന്നാണ് 1951 മാർച്ച് 1 ഇന്ത്യയിലേക്ക് ജനിച്ച സാക്കിർ ഹുസൈൻ. അദ്ദേഹത്തിൻ്റെ തബല വായിക്കാനുള്ള വൈദഗ്ധ്യം അത് ആളുകളെ അമ്പരിപ്പിച്ചു എന്ന് മാത്രമല്ല, അത് ആളുകളെ വിസ്മയിപ്പിച്ചു എന്ന് മാത്രമല്ല, ആളുകളെ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന് ആളുകളുടെ ജനമനസ്സുകൾ, സംഗീതാസ്വാദകരുടെ മനസ്സുകൾ കീഴടക്കാൻ കഴിഞ്ഞു എന്നതാണ് ആ വിജയത്തിൻ്റെ ഏറ്റവും സവിശേഷമായ കാര്യം. അദ്ദേഹം ഒരു ബാലപ്രതിഭ എന്ന നിലയിൽ ആരംഭിച്ച് ലോക സംഗീതത്തിൽ നിറസാന്നിധ്യമായി എത്രയോ കാലം നിലനിന്നു. ഗ്രാമി അവാർഡുകൾ ഒരു രാജ്യത്തിൻ്റെയോ ഒരു അതിർത്തിയുടെയോ അകത്ത് ആകാത്ത സംഗീതത്തിൻ്റെ പ്രാധാന്യം അദ്ദേഹം ലോകം മുഴുവൻ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. എല്ലായിടങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്തു. മലയാളത്തോടൊക്കെ വളരെ അടുത്ത് നിന്ന സാക്കിർ ഹുസൈൻ ഇവിടെ എത്തുകയും അദ്ദേഹത്തിൻ്റെ പ്രദർശനം പലപ്പോഴും ആളുകളെ വിസ്മയിക്കുകയൊക്കെ ചെയ്തു. കോഴിക്കോട് സാക്കിർ ഹുസൈൻ എത്തുകയും അവിടെ അദ്ദേഹം തബല വായിക്കുന്ന MF സുഫൈൻ അന്ന് ചിത്രമാക്കി വരയ്ക്കുകയും ചെയ്ത ഒരു മനോഹര നിമിഷത്തിന് കേരളം സാക്ഷിയായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ മാത്രമല്ല, ഇന്ത്യൻ മലയാള ചലച്ചിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി, വാനപ്രസ്ഥം പോലുള്ള സിനിമകളിലൊക്കെയായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. അപ്പോൾ അങ്ങനെ മലയാളവുമായി ചേർന്ന് നിന്നു, രാജ്യവുമായി ചേർന്ന് ലോകത്തിന് സാക്കിർ ഹുസൈൻ അങ്ങനെ അറിയപ്പെടുന്ന ഒരാൾ തന്നെയായിരുന്നു. അവരെല്ലാം സംഗീതത്തെ സ്നേഹിക്കുന്നവർ, സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവർ, ഒരുപക്ഷെ സംഗീതം ശാസ്ത്രീയമായി മനസ്സിലാക്കാത്തവർക്ക് പോലും അറിയാവുന്നൊരു ഭാഷയായിരുന്നു സാക്കിർ ഹുസൈൻ. അങ്ങനെ നോക്കുമ്പോൾ ആ നഷ്ടം ഈ രാജ്യത്തിന് നികത്താനാകാത്ത നഷ്ടമാകുന്നു. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്നാണ് അദ്ദേഹം ചികിത്സ സ്വീകരിക്കേണ്ടി വന്നത്. ശ്വാസകോശ തടസ്സവും ഉണ്ടായിരുന്നു. കുടുംബം കഴിഞ്ഞ ദിവസം അദ്ദേഹം മരിച്ചു എന്ന വാർത്ത തെറ്റാണ് എന്ന് വ്യക്തമാക്കിയപ്പോൾ ഇപ്പോഴത് സ്ഥിരീകരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് 2 മക്കൾ, അനീഷ അതുപോലെ ഇസബല്ല. ഈ കുടുംബം സ്ഥിരീകരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത. സംഗീതാസ്വാദകരെ സംബന്ധിച്ചിടത്തോളം ഇത് ദുഃഖത്തിൻ്റെ, കണ്ണീരിൻ്റെ ഒക്കെ വലിയ നിമിഷങ്ങളിലേക്കാണ് കടന്നു പോകുന്നത്. ഈ സാക്കിർ ഹുസൈൻ ഇങ്ങനെ ഒരു മഹാപ്രതിഭയാകും എന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തെ മനസ്സിലാക്കിയവർക്ക് അറിയാവുന്ന ഒരു വിഷയമായിരുന്നു. അലാരാഖയുടെ മകന് മറ്റെന്താകാൻ കഴിയും? അത്രയും സംഗീതത്തെ സ്നേഹിച്ച ഒരു കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വരികയും ചെയ്യുന്നത്.
അദ്ദേഹത്തിൻ്റെ ആ ജന്മസിദ്ധമായ കഴിവ് അത്രമാത്രം അദ്ദേഹം ഈ തബലയിൽ പ്രയോഗിക്കുകയും മൃദംഗമൊക്കെ അദ്ദേഹം വായിച്ചിരുന്നു. ചെണ്ട തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിക്കുകയും അതൊക്കെ മനസ്സിലാക്കുകയും ആ തൻ്റെ ഈ വൈഭവം അതിലൊക്കെ തെളിയിക്കുകയും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് അദ്ദേഹം വന്നു. അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ, അത് എണ്ണിയാൽ അല്ലെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്ര വലിയൊരു പട്ടിക അത് ഉണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ നമ്മുടെ രാജ്യം ഏറ്റവും മികച്ച വ്യക്തികൾക്ക് നൽകുന്ന പത്മ പുരസ്കാരങ്ങൾ ഉൾപ്പെടെപ്പെടും. സംഗീത നാടകീയ അക്കാദമിയുടെ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. അതിൻ്റെ സ്ഥിരം ഫെലോഷിപ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ഈ അമേരിക്കയുടെ നാഷണൽ എൻഡോമെൻറ്റ് ഫോർ ആർട്സ്, നാഷണൽ ഹെറിറ്റേജ് ഫെലോഷിപ്പ് തുടങ്ങിയ വളരെ പ്രശസ്തമായ ഫെലോഷിപ്പുകൾ അദ്ദേഹത്തെ തേടിയെത്തി. ഗ്രാമി അവാർഡ് നോമിനേഷനുകൾ 4 തവണ അദ്ദേഹത്തിന് ലഭിച്ചു. 2 തവണ 3 തവണ അദ്ദേഹം ഗ്രാമിയിൽ എത്തി. അങ്ങനെ മുംബൈയിൽ ജനിച്ച് ലോകം കീഴടക്കിയ ഒരു സംഗീതജ്ഞൻ എന്ന് നമുക്ക് അദ്ദേഹത്തെ ചുരുക്കി വിളിക്കാം. മുംബൈയിലെ മാഹിമിലാണ് അദ്ദേഹം ജനിച്ചത്. അവിടെ സെൻറ്റ് സേവിയർസ് കോളേജിൽ പഠിക്കുകയും ചെയ്തു. പിന്നീട് സംഗീതത്തിൻ്റെ ലോകത്തേക്ക് വ്യാപൃതനായ അദ്ദേഹം ആ മേഖലയിൽ പകരക്കാരനില്ലാത്ത അമരക്കാരനായി മാറുകയായിരുന്നു. അശ്വതി, അതാണ് മനു ഭരത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. എസ് ലല്ലു കൂടി ചേരുന്നു. ലല്ലു, 6 പതിറ്റാണ്ട് നീണ്ടു നിന്ന ഒരു കരിയറാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിന്റെ സംഗീത ജീവിതത്തെ കുറിച്ച് മനു പറഞ്ഞപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന്റെ വേദികളായിരുന്നു. അന്താരാഷ്ട്ര വേദികൾ, നിരവധി അന്താരാഷ്ട്ര വേദികളിലടക്കം തിളങ്ങിയ പ്രതിഭ, ഒരു മാജിക്കൽ സ്റ്റേജ് തീർക്കുന്ന ഉസ്താദ് സക്കീർ ഹുസൈൻ അദ്ദേഹം വിട്ടുപോയിരിക്കുന്നു. എങ്ങനെ അദ്ദേഹത്തെ ഇപ്പോൾ ഓർക്കുന്നു? ഒരു വർഷം 150-ലധികം വേദികളിൽ അദ്ദേഹം തന്റെ പ്രകടനം നടത്തുമായിരുന്നു എന്ന് നമുക്ക് ആലോചിക്കാം. അതായത് ഈ 150 വേദികൾ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ 365 ദിവസങ്ങളാണ്. ഈ 150 വേദികളിൽ നിന്ന് ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്കുള്ള യാത്രാ സമയം ഒഴികെ ബാക്കി എല്ലാ സമയത്തും അദ്ദേഹം തന്റെ പ്രകടനങ്ങളുമായി സകല വേദികളിലും സജീവമായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത് 1-2 വർഷമല്ല എന്ന് ആലോചിക്കണം. ഏതാണ്ട് 7 പതിറ്റാണ്ട് നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ ഒരു സബരിക്കാണ് അവസാനമായിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന്റെ അവസാനത്തെ 3 ഗ്രാമി അവാർഡുകൾ അദ്ദേഹം കരസ്ഥമാക്കിയ സമയം ഈ വർഷം 2024 ഫെബ്രുവരിയിലാണ് ഈ 3 ഗ്രാമി അവാർഡുകൾ അദ്ദേഹം പങ്കാളിയാവുന്നത്. ഈ അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തുന്നത് ഒരു ജീവിതത്തിന്റെ അവസാന കാലത്ത് പോലും അദ്ദേഹം തന്റെ മേഖലയിൽ സജീവമായിരുന്നു. അദ്ദേഹത്തെ ഗ്രാമി അവാർഡ് പോലുള്ള അവാർഡുകൾ എത്തുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോക സംഗീതത്തിൽ ഇന്ത്യ നാട്യ കൂടിയായിരുന്നു സക്കീർ ഹുസൈൻ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം അദ്ദേഹം കടന്നു ചെല്ലാത്ത സക്കീർ ഹുസൈന്റെ തബലയുടെ താളം കടന്നു ചെല്ലാത്ത വേദികൾ ലോകത്ത് നിറയില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതെല്ലാം രാജ്യങ്ങളിൽ, ഏതെല്ലാം മനുഷ്യർക്ക് മുന്നിൽ, ഏതെല്ലാം തരത്തിലുള്ള ആസ്വാദകർക്ക് മുന്നിൽ അദ്ദേഹം തന്റെ സംഗീതം, തന്റെ താളം അവതരിപ്പിച്ചിരിക്കുന്നു. ലോകത്തെ ഏറ്റവും പ്രശസ്തരായ കലാകാരന്മാരൊപ്പം വേദി പങ്കിടാൻ അദ്ദേഹം സമയം കണ്ടെത്തി. അതിൽ തന്നെ ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക് പോകുമ്പോൾ അവിടെ എന്തെല്ലാം വ്യത്യസ്തത കൊണ്ടുവരാൻ കഴിയും എന്ന ആലോചനയായിരുന്നു നിരന്തരം സാക്കിർ ഹുസൈൻ എന്ന സംഗീതജ്ഞനെ മുന്നോട്ട് നയിച്ചത്. ലോക പ്രശസ്ത കലാകാരന്മാർ, ഇന്ത്യയിൽ തന്നെ മറ്റ് ഉപകരണ സംഗീതത്തിൽ വിദഗ്ധരായ പുരുഷർക്കൊപ്പം വേദി പങ്കിടാൻ അദ്ദേഹം പ്രത്യേകം സമയം കണ്ടെത്തി. ഇപ്പോൾ ഹരിപ്രസാദ് ചൗരശിയായാലും എൽ സുബ്രഹ്മണ്യായാലും മറ്റുള്ള ശങ്കരൻകുട്ടിയായാലും പെരുമലക്കുട്ടന്മാരായാലും അങ്ങനെ മറ്റ് ഉപകരണ സംഗീതത്തിൽ വിദഗ്ധരായ പുരുഷരുമായി വേദി കണ്ടെത്തുന്നു, വേദി പങ്കിടുന്നു, ബാൻഡുകൾ രൂപീകരിക്കുന്നു, ഫ്യൂഷൻ ലോകത്ത് വിസ്മയങ്ങൾ തീർക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന്റെ സോളോ പെർഫോമൻസുകൾക്ക് അപ്പുറത്തേക്ക് പ്രതിഭ കൂടിയോടൊപ്പം കഥകിന് വായിക്കുന്ന ഒരു സക്കീർ ഹുസൈൻ, അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി സംഗീതത്തിനൊപ്പം തബല വായിക്കുന്ന ഒരു സക്കീർ ഹുസൈൻ, അതുപോലെ തന്നെ മറ്റ് ഉപകരണങ്ങൾക്കൊപ്പം തബല വായിക്കുന്ന സക്കീർ ഹുസൈൻ, പോപ്പ് സംഗീതത്തിനൊപ്പം തബലയിൽ വിസ്മയം തീർക്കുന്ന സക്കീർ ഹുസൈൻ. അങ്ങനെ സംഗീതത്തിന്റെ സമസ്ത മേഖലകളിലും തബല എന്ന ഉപകരണത്തെ കൊണ്ട് പ്രതിഷ്ഠിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് ഒരു നിസ്സാര കാര്യമല്ല. നമുക്കറിയാം, സാക്കിർ ഹുസൈൻ എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ദൂരദർശനിൽ പ്രശസ്തമായ മിലേഷ് ഉർമയുടെ അത്തമാര എന്ന പാട്ടിൽ
മഹാനായ അച്ഛനൊപ്പം തബല വായിക്കുന്ന സക്കീർ ഹുസൈന്റെ പ്രസന്ന നിറഞ്ഞ പുഞ്ചിരിച്ചുകൊണ്ട് തബല വായിക്കുന്ന ആ മുഖമാണ്, അസാധ്യമായ വേഗതയിൽ തബല വായിക്കുന്ന ഒരു മനുഷ്യൻ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ സക്കീർ ഹുസൈന്റെ തബലയുടെ താളം കേൾക്കുന്നത് പോലെ തന്നെ സുഖകരമാണ്, ആനന്ദകരമാണ് തബല വായിക്കുന്ന തേജസ്സാർന്ന സക്കീർ ഹുസൈന്റെ രൂപങ്ങൾ. മുടിയിഴകളൊക്കെ ആറ്റി ഉലച്ച് സദസ്സിനോട് സംബന്ധിച്ച് സക്കീർ ഹുസൈൻ തബല വായിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ പെർഫോമൻസിന്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, ആസ്വാദകരോട് ഇങ്ങനെ സംവദിക്കുന്ന ഒരു കലാകാരൻ. ആ തബലയിൽ അദ്ദേഹം തീർക്കാത്ത ശബ്ദങ്ങളിൽ അതിൽ മഴ പെയ്ക്കും, ഇടിമിന്നൽ വരും, പ്രളയം വരും, പ്രണയം വരും, അങ്ങനെ സമസ്ത ഭാവങ്ങളിൽ മാവായിക്കാൻ ഈ തബലയ്ക്ക് എങ്ങനെ കഴിയുന്നു എന്ന് നമ്മൾ അത്ഭുതത്തോടെ ആലോചിക്കും. സംസാരിക്കുന്ന തബലയായിരുന്നു സക്കീർ ഹുസൈന്റെ കയ്യിലുണ്ടായിരുന്നു. ആ സംഗീതോപകരണം അതുകൊണ്ട് അദ്ദേഹം ലോകം കീഴടക്കിയ 2016 അമേരിക്കൻ പ്രസിഡന്റ് ബാരക് ഒബാമ അദ്ദേഹത്തെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിക്കുക. അങ്ങനെ ഇന്ത്യയിൽ മറ്റൊരു കലാകാരനും അത്തരത്തിലൊരു അവസരം ലഭിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. വൈറ്റ് ഹൗസിൽ ചെല്ലുക, ഇന്റർനാഷണൽ ജാസ് ഡേയിൽ അവിടെ പെർഫോമൻസ് അവതരിപ്പിക്കുക, ലോകത്തെ പ്രശസ്തമായ സകല വേദികളിലും ചെല്ലുക, അവിടെ എല്ലാം തന്റെ തബല കൊണ്ട് വിസ്മയം തീർക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമില്ല. ഇന്ത്യയിൽ മുംബൈ പോലൊരു സ്ഥലത്ത് ജനിച്ച് 3ാമത്തെ വയസ്സിൽ തബലയുടെ ലോകത്തേക്ക് വന്ന് 12ാമത്തെ വയസ്സിൽ സോളോ പെർഫോമൻസ് നടത്തുക. ആലോചിക്കണം, 12ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഉസ്താദ് എന്ന പേര് സ്വീകരിക്കുന്നത്. സാധാരണ ഈ തബലയിൽ വിസ്മയം തീർക്കുന്ന, അത്രയ്ക്കധികം പ്രാവീണ്യം തീർക്കുന്ന ഒരാൾക്ക് ചാർത്തി കിട്ടുന്ന പദമാണ് ഉസ്താദ്. ഈ ഉസ്താദ് എന്നുള്ള വെളിപ്പേര്, ഉസ്താദ് എന്നുള്ള വിശേഷണം 12ാമത്തെ വയസ്സിൽ സ്വീകരിക്കേണ്ടത്. ഇന്ത്യയിലെ മഹാരാജന്മാരായ കലാകാരന്മാർക്കെല്ലാം വേദി പങ്കിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോയി അമേരിക്കയും യൂറോപ്പും ഒക്കെ കീഴടക്കി ആ ജൈത്രയാത്രയാണ് ഇന്നലെ സാൻ ഫ്രാൻസിസ്കോയിൽ അവസാനിച്ചത്. അതാണ് ലല്ലു. ഒരു കാര്യം കൂടി ലല്ലു പറഞ്ഞ ആ സ്റ്റേജ് പ്രസൻസ് എന്ന് പറയുന്ന കാര്യം, അതിന് പലരും അദ്ദേഹത്തെ അനുകരിക്കാനുള്ള ശ്രമം ഇപ്പോഴും വളർന്നു വരുന്ന കലാകാരന്മാർ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തലയാട്ടും മുടിയിഴകളാട്ടിയുള്ള പെർഫോമൻസും ഇത്രയും ആളുകളുമായി സംവദിച്ചുകൊണ്ടുള്ള സ്റ്റേജ് പെർഫോമൻസ്, അതിൽ ഈ ചടുലമായ താളങ്ങളും സങ്കീർണമായ പാറ്റേണുകളും ഒക്കെ അദ്ദേഹം പ്രയോഗിക്കുമ്പോഴും ഒരു പുഞ്ചിരി എപ്പോഴും നിലനിർത്തുമായിരുന്നു സക്കീർ ഹുസൈൻ. തീർച്ചയായും അത് നേരത്തെ പലരും പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഈ കൂടുതൽ ഫലമുള്ള ചില്ലയുണ്ട്, മരത്തിന്റെ ചില്ല എപ്പോഴും താഴ്ന്നു തന്നെ ഇരിക്കും, അത് ഹോബി സ്പർശിക്കും എന്ന് പറഞ്ഞവരാണ്. ഇത്രയധികം ഉയരത്തിലെത്തിയിട്ടും ഇത്രയധികം പുരസ്കാരങ്ങളും ബഹുമതികളും എല്ലാം തേടിയെത്തിയിട്ടും ഇത്രയേറെ ലോക പ്രശസ്തനായിട്ടും അദ്ദേഹം മണ്ണിൽ ചവിട്ടുന്ന കലാകാരനായിരുന്നു. വളരെ സൗമ്യമായ ആളുകളോട് ഇടപെടുന്ന, വളരെ മനോഹരമായ ആളുകളോട് സംസാരിക്കുന്ന, മറ്റ് കലാപ്രകടനങ്ങളെ കാണാനും അവയെ പ്രോത്സാഹിപ്പിക്കാനും സമയം കിട്ടുന്ന. നമുക്കറിയാം, കേരളത്തിലൊക്കെ വരുന്ന സമയത്ത് പലയിടത്തും ഈ മട്ടന്നൂർ ശങ്കരൻ കുട്ടിയുടെ ചെണ്ടയും സക്കീർ ഹുസൈന്റെ തബലയും തമ്മിൽ ഏറ്റുമുട്ടുന്നത് പല തവണ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ പറയാനൊരു എത്രയോ മണിക്കൂറുകൾ നമ്മൾ സ്വയം മറന്നിരുന്ന അതിൽ ലയിക്കുന്ന ഒരു കാരണം രണ്ട് കലാകാരന്മാർ തമ്മിൽ സംസാരിക്കുക, ഒരാൾ ചെണ്ടയിലൂടെയും ഒരാൾ തബലയിലൂടെയും പരസ്പരം സംസാരിക്കുക. ഇപ്പോ എനിക്ക് തോന്നുന്നു ശങ്കർ മഹാദേവനുള്ള ഗായകരുമായി അദ്ദേഹം പലയിടത്തും ആ ഫ്യൂഷൻ സംഗീതം അവതരിപ്പിച്ചു, ബാൻഡുകൾ, അതുപോലെ അങ്ങനെ കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള തന്നെ കലാകാരന്മാർ തന്നെ ഒരുപാട് പേർ സക്സസ്ഫുള്ളായി വേദി പങ്കിട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാം അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ളവരും അദ്ദേഹവുമായി വേദി പങ്കിട്ടുള്ള എല്ലാ മനുഷ്യരും പറയുന്നത് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തെ കുറിച്ചാണ്. ഒന്നാലോചിക്കണം, 12ാമത്തെ വയസ്സിൽ പ്രകടനം തുടങ്ങി ഇന്ത്യ ഇനി അദ്ദേഹത്തിന് നൽകാനുള്ള ഭാരതരത്നം എന്ന പുരസ്കാരം മാത്രമാണ്. ബാക്കി പത്മഭൂഷണും പത്മവിഭൂഷണും എല്ലാം നൽകി അദ്ദേഹത്തെ രാജ്യമെന്നേ ആദരിച്ചതാണ്. ആ മനുഷ്യൻ അത് വളരെ സൗമ്യമായി വിനയാന്വിതനായി തന്റെ സംഗീതം തീർത്തുകൊണ്ട് ആളുകളുമായി സംവദിച്ചുകൊണ്ട് അവരുമായി ഇടപെട്ടുകൊണ്ട് നിരന്തരമായ യാത്രകൾ നടത്തി തബലയുടെ താളത്തെ ലോകം മുഴുവൻ എത്തിച്ച ഒരു മനുഷ്യനാണ്. അതൊരു നിസ്സാര കാര്യമല്ല. നമുക്കറിയാം, ഒരു ചെറിയ അവസരങ്ങൾ കിട്ടിയാൽ തന്നെ മതിമറന്നു പോകുന്ന കലാകാരന്മാരുടെ ഒരു നാടാണ്. അവിടെയാണ് ഇത്രയും വർഷം ഒരു മനുഷ്യരെ കൊണ്ടുപോലും മഹത്വം കൽപ്പിക്കാതെ സംഗീതത്തിന്റെ ലോകത്ത് മാത്രം ജീവിച്ച് സംഗീതം കൊണ്ട് മാത്രം ആളുകളെ വിസ്മയിച്ച് പെരുമാറ്റം കൊണ്ട് ആളുകളെ സന്തോഷിപ്പിച്ച് അദ്ദേഹം കടന്നുപോകുന്നു.
ഇതാണ് എസ് ലല്ലു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇതിഹാസ തബല വിദ്വാൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ അന്തരിച്ചിരിക്കുന്നു. കുടുംബം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മരണം. മാന്ത്രിക താളം നിലച്ചിരിക്കുകയാണ്. 3 പത്മ പുരസ്കാരങ്ങളാൽ ആദരിക്കപ്പെട്ട ഹുസൈൻ ഇന്ത്യയുടെ സമ്പന്നമായ സംഗീത പാരമ്പര്യത്തിന്റെ സാക്ഷ്യപത്രമായിരുന്നു. അദ്ദേഹം ഇപ്പോൾ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. पंजाब की चक्रधार धगधट 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 घिन धगधट गिट गिट धगधट गिट धगधट गिट धगधट कतान धगधट कतान धगधट कतान धा धरगट धगटा धरगटा धरगट धगटा धरगटा धरगट धगटा धरगटा धरगट धगटा 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 ये एक पल्ला है. മനു ഭരത് കൂടി ചേരുന്നുണ്ട്. മനു, 7ാം വയസ്സിൽ അച്ഛന് പകരക്കാരനായി എത്തി തബലയിൽ തീർത്ത വിസ്മയം, അത് അദ്ദേഹം മരിക്കുന്നത് വരെയും നമ്മളെ അങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇനിയും അദ്ദേഹത്തിന് മരണമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അത്രത്തോളം കാര്യങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട് സംഗീത ലോകത്ത് ഉസ്താദ് സാക്കിർ ഹുസൈൻ്റെതായി. അശ്വതി, സാക്കിർ ഹുസൈനെ കുറിച്ച് പറയുമ്പോൾ ഉസ്താദ് സാധാരണക്കാർക്കിടയിലേക്ക് അദ്ദേഹത്തിന് വളരെ ശക്തമായി ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കലയുടെ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുമ്പോൾ പോലും ഏറ്റവും സാധാരണക്കാരനായ ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് അദ്ദേഹത്തിന് ചെല്ലാൻ കഴിഞ്ഞു. ഞാൻ ഇതിൽ രസകരമായി ഓർക്കുന്ന ഒരു കാര്യം, ഒരു സിനിമയുടെ ഗാനത്തിൽ പോലും നായികയെ സാക്കിർ ഹുസൈൻ്റെ തബലയോട് ഉപമിക്കുന്ന തരത്തിലുള്ള വരികൾ എഴുതാൻ ആളുകളെ പ്രേരിപ്പിച്ച സാക്കിർ ഹുസൈൻ്റെ തബല ഇവൾദാന എന്നൊക്കെ ചോദിക്കും തമിഴ് ശരി മനു, ഇപ്പോൾ സംഗീത സംവിധായകൻ ശ്രീ ഔസേപ്പച്ചൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഔസേപ്പച്ചൻ, ഇപ്പോൾ അദ്ദേഹത്തിന്റെ അന്ത്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ് കുടുംബം. അദ്ദേഹം നമ്മളെ വിട്ടുപോയി എന്ന കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തെ? അദ്ദേഹം ലോകം കണ്ട ഒരു ഏറ്റവും വലിയ തബലിസ്റ്റുകളിൽ അല്ലെങ്കിൽ തബലിസ്റ്റ് ഒരാളെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും എനിക്ക്. അദ്ദേഹത്തിന്റെ കൂടെ പ്രോഗ്രാമിനൊന്നും വായിച്ചിട്ടില്ല, അദ്ദേഹത്തിന്റെ പ്രോഗ്രാം കണ്ടിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ റെക്കോർഡിംഗ് വായിച്ച ഒരു ഓർമ്മ പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്താം. ഏതാണ്ട് ഒരു 30 കൊല്ലം മുമ്പ് ചെന്നൈയിൽ ഒരു റെക്കോർഡിങ്ങിന് അദ്ദേഹം വന്നു. അദ്ദേഹമാണ് വായിക്കുന്നത്, തബല വായിക്കുന്നത്. വയലിനില് കുന്നുകുടി വൈദ്യനാഥൻ, ഓർക്കസ്ട്ര വിഭാഗത്തിൽ വയലിനിൽ ഞാനുണ്ട്, പിന്നെ കീബോർഡ് AR റഹ്മാൻ. ഇങ്ങനൊരു ഫ്യൂഷൻ ആൽബം ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് മറ്റെല്ലാ റെക്കോർഡിംഗ് കഴിഞ്ഞു. ലാസ്റ്റ് തബല ചേർക്കാനായിട്ട് ഇദ്ദേഹത്തിനെ വിളിക്കുന്നു. ഇദ്ദേഹം തബല വായിച്ചു തുടങ്ങുന്നു. ഹെഡ്ഫോൺ വെച്ച് വായിക്കുമ്പോൾ ക്ലിക്ക് വേണം. കാലപ്രമാണം കിട്ടാൻ വേണ്ടി ക്ലിക്ക് ഇട്ടിട്ട് വായിക്കുന്ന ഒരു പതിവാണ് എല്ലാവർക്കും. ക്ലിക്കില്ലാതെ വായിക്കാൻ പറ്റില്ല, കാരണം കാലപ്രമാണം തെറ്റിപ്പോകും. ആ സമയത്ത് ഇദ്ദേഹം
ഈ ഉള്ളിലിരിക്കുന്ന അന്നത്തെ പ്രസിദ്ധരായ സൗണ്ട് എഞ്ചിനീയർ ശ്രീധർ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. അദ്ദേഹം പറഞ്ഞു ക്ലിക്ക് ലീക്കേജ് വരുന്നു. അതായത് തബല വായിക്കുന്നതിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഹെഡ്ഫോണിൽ വരുന്ന ക്ലിക്കിന്റെ ശബ്ദം ലീക്ക് വരുന്നുണ്ടല്ലോ, എന്ത് ചെയ്യും എന്ന് പറഞ്ഞ വഴിക്ക് അദ്ദേഹം പറഞ്ഞൊരൊറ്റ വാക്ക് ഞങ്ങൾ എല്ലാവരെയും ഞെട്ടിച്ചതാണ്. ക്ലിക്ക് ഓഫ് ചെയ്തോളൂ എന്ന്. ക്ലിക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെഷീന് മാത്രമേ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇനി ഒരു മെഷീൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ക്ലിക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഇദ്ദേഹം വായിച്ചപ്പോൾ മെഷീൻ പോലും തോറ്റു പോകുന്ന രീതിയിൽ പെർഫെക്റ്റ് കാലപ്രമാണത്തിലാണ് അദ്ദേഹം വായിച്ച് അവസാനിപ്പിച്ചത് ആ റെക്കോർഡിങ്. അപ്പൊ ഇതന്ന് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരുന്നു, ഇങ്ങനെ സാധിച്ചു എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ കഴിവ് എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവരും അദ്ദേഹത്തിന്റെ വായന, ഇന്ത്യയിലത്തെ നമ്മുടെ തബലയുടെ സംസ്കാരം ഫോറിൻ കൺട്രീസിലൊക്കെ എത്തിച്ച ഒരു മഹാനായ തബലിസ്റ്റായിരുന്നു അദ്ദേഹം. വേർപെട്ടതിൽ നമുക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി ശ്രീ ഔസേപ്പച്ചൻ, താങ്കൾ ഇപ്പോൾ പറഞ്ഞതിൽ ഏറ്റവും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അദ്ദേഹം ഏത് സാഹചര്യത്തിലും അദ്ദേഹം വായിക്കും എന്നുള്ളതാണ്. തബലയുമായി അത്രയധികം അടുത്ത് ബന്ധമുള്ള ഒരാളാണല്ലോ. അപ്പോ ഈ അദ്ദേഹം വായിക്കുമ്പോൾ അതെ മകളെ തബലയേക്കാൾ അദ്ദേഹത്തിന്റെ റിഥം, അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള അദ്ദേഹത്തിന്റെ ബോഡിയിലുള്ള റിഥത്തിന്റെ പെർഫെക്ഷനാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരുത്തർക്കും നമ്മുടെ ശരീരത്തിലാണ് ഋതം വരുന്നത്, അറിയോ? നമ്മുടെ ശരീരത്തിലെ നമ്മുടെ പ്രഷർ വ്യത്യാസം, ബ്ലഡ് ഫ്ലോ അനുസരിച്ചിട്ട് ഈ ഋതത്തിനൊക്കെ മാറ്റങ്ങൾ വരും. പക്ഷേ അദ്ദേഹത്തിന് അത് കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. അതെങ്ങനെയാണ്? അത് വളരെ അപൂർവമായിട്ടുള്ള സിദ്ധികളിൽ ഒന്നായിട്ടാണ് ഞാൻ കണക്കാക്കിയത്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ ഔസേപ്പച്ചൻ ഞങ്ങളോട് ഈ സമയത്ത് പ്രതികരിച്ചെന്ന്. ഇപ്പോൾ അമേരിക്കയിൽ നിന്നും സംവിധായകനും നിർമ്മാതാവുമായ തമ്പി ആന്റണി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ തമ്പി ആന്റണി, ഇപ്പോൾ താങ്കൾ സാൻ ഫ്രാൻസിസ്കോയിലാണ് ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ അന്ത്യം ഇപ്പോൾ കുടുംബം സ്ഥിരീകരിച്ചിരിക്കുകയാണല്ലോ. ഹലോ, കേൾക്കാം, പറയൂ. 1-1.5 മണിക്കൂർ ആയിട്ടുള്ളൂ കൺഫേംഡ് ആയിട്ട്. രാവിലെ അദ്ദേഹം മരിച്ചു എന്നുള്ള ന്യൂസൊക്കെ വന്നെങ്കിലും ഞാൻ ഇപ്പോഴാണ് കൺഫേം ചെയ്തത്. 1.5 മണിക്കൂറേ ആയുള്ളൂ മരിച്ചിട്ട്. ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വളരെ വളരെ അഭിമാനമായിരുന്ന ഒരു സംഗീതജ്ഞൻ. അതായത് 73 വയസ്സ് പറഞ്ഞാൽ ടു യങ് ടു ഡൈ. ഇവിടെ എല്ലാം ഞാൻ അദ്ദേഹത്തിന്റെ ശിഷ്യൻ എന്നെ തബല പഠിപ്പിച്ച. അപ്പൊ അങ്ങനെ എനിക്ക് നേരിട്ട് ബന്ധമില്ലെങ്കിലും അദ്ദേഹത്തെ പറ്റി എനിക്ക് വളരെ നേരത്തെ, അതായത് 90s ഞാൻ തബല പഠിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും അരുമ ശിഷ്യനാണ് എന്നെ തബല പഠിപ്പിച്ചത്. അപ്പൊ അങ്ങനെ ഒരു ബന്ധം ഉണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് അദ്ദേഹം ഒരു ബന്ധമുണ്ട്. പക്ഷെ അദ്ദേഹം കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഇവിടെ മലയൻകാവിലെ ഒരു കോളേജിൽ അദ്ദേഹം പ്രൊഫസറായിരുന്നു മ്യൂസിക്കിന്റെ. തബല എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ സംഗീത ശാഖ ലോകം മുഴുവൻ എത്തിക്കുകയും ഇത്രയധികം അവാർഡുകൾ മേടിക്കുകയും ഒരു ഇന്റർനാഷണൽ ലെവൽ എത്തിക്കാൻ സാധിച്ച ഒരു വലിയ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കലാകാരനാണ്. തീർച്ചയായിട്ടും ഇത്ര നേരത്തെ പോയതിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് സാൻ ഫ്രാൻസിസ്കോ, ഞങ്ങളൊക്കെ സാൻ ഫ്രാൻസിസ്കോയിലാണ്. അദ്ദേഹം ഇവിടെ ആയിരുന്നല്ലോ കൂടുതൽ സമയം ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം വളരെ വളരെ അഗാധമായ ദുഃഖം ഉണ്ട്. അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ളത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു അന്ത്യമായിരുന്നു. ശ്രീ തമ്പി ആന്റണി, താങ്കൾ അവിടെ ആയതുകൊണ്ട് ചോദിക്കുകയാണ്, ഇനി അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ചടങ്ങുകൾ അതേക്കുറിച്ച് എന്തെങ്കിലും താങ്കൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ടോ? ഇനി ഇപ്പോഴാണ് എന്റെ മോളാണ് പറഞ്ഞ 1-1.5 മണിക്കൂറായിട്ട് മരിച്ചിട്ട്. നേരത്തെ പറഞ്ഞതൊക്കെ ഫേക്ക് ന്യൂസ് ആയിരുന്നു. അപ്പം ഇനിയിപ്പോ ഇവിടെ ഇപ്പൊ വൈകുന്നേരം ആയല്ലോ. അപ്പൊ നാളെ രാവിലെയാണ് എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ആഗ്രഹമുണ്ട്. ഞാൻ മിക്കവാറും പോകാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യൻ എന്റെ വലിയ ഫ്രണ്ടാണ്. അപ്പം തീർച്ചയായിട്ടും ഞാൻ ആ ചടങ്ങുകൾ പങ്കെടുക്കണമെന്ന് ആഗ്രഹം. അങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റുന്നു. തീർച്ചയായിട്ടും വളരെയധികം നന്ദി. ശ്രീ തമ്പി ആന്റണിയാണ് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് നമ്മളോട് സംസാരിച്ചത്. എന്തായാലും അദ്ദേഹത്തിന്റെ അന്ത്യം ഇപ്പോൾ കുടുംബം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ബിസ്മാത് ഉസ്താദ് നമ്മെ വിട്ട് പിരിഞ്ഞു എന്ന, സക്കീർ ഹുസൈൻ നമ്മെ വിട്ട് പിരിഞ്ഞു എന്ന വാർത്ത, വളരെ ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.